Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ, ഇതൊരു പ്രത്യേകതരം ഗ്ലൗസ് ആണ്. ഇതുകൊണ്ട് നിനക്ക് ആരുടെ എനർജി വേണേലും വലിച്ചെടുക്കാം. വാസ്തവം പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് പോളിന്റെ എനർജി വേണേലും നിനക്ക് വലിച്ചെടുക്കാം. ഇതിന്റെ പുറകിൽ 2 ബട്ടൺ ഉണ്ട്. റെഡ് കൊണ്ട് നിനക്ക് ആരുടെ എനർജി വേണേലും വലിച്ചെടുക്കാം. പിന്നെ ഗ്രീന് കൊണ്ട് നിനക്ക് വലിച്ചെടുത്ത എനർജി തിരിച്ചു നൽകാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് സൂപ്പറായ സാധനം തന്നെ. ഇത് കണ്ടതിന് ശേഷം എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നിട്ടുണ്ട്. ഹലോ മോട്ടു പതലു, എനിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ ട്രോഫി കിട്ടി. ഇത് കണ്ടില്ലേ? ബോക്സർ ചേട്ടാ, അഭിനന്ദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ട്രോഫി വാങ്ങിച്ചല്ലോ, അഭിനന്ദനങ്ങൾ. എനിക്ക് ഇവിടെ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കിപ്പോ ഒട്ടും ശക്തി തോന്നുന്നില്ല. എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ബോക്സർ ഭയ നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടർ ജഡ്കയെ വിളിക്കാം. ആ ഡോക്ടർ ജഡ്കെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചാ മതി. ഇനി നീ അയാളെയാണ് വിളിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടത്തില്ല. അയ്യോ, അതെ ഡോക്ടർ സാർ, ഒന്ന് വണ്ടി നിർത്തൂ. നിർത്തൂ. നോക്കൂ ഡോക്ടർ സാർ. കണ്ടില്ലേ ഡോക്ടർ സാറേ, ബോക്സർ ചേട്ടന് എന്താ പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല. കണ്ടില്ലേ, എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് പറയുന്നു എല്ലാ പവറും പോയി എന്ന്. ഇദ്ദേഹത്തിന് നിങ്ങളൊന്ന് ശരിയാക്കി തരണം പ്ലീസ്. പത്തലോ, ഇവർക്ക് വൈറസ് അറ്റാക്ക് ആണ്. ഇത് ആൾക്കാരിന്ന് പകരുന്ന വൈറസ് ആണ്. ഈ വൈറസ് ഉള്ളവർ ആർക്കെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുത്താലോ അല്ലെങ്കിൽ അടുത്ത് പോയാലോ അവരുടെ ദേഹത്തുള്ള എനർജി ഒക്കെ ഇവർ എടുത്തു കളയും. എന്താ? ഞാനിപ്പോ ആകെ ഷേക്ക് ഹാൻഡ് കൊടുത്തത് മോട്ടു പത്തലുവിന് മാത്രമല്ലേ ഉള്ളൂ. അയ്യോ, എനിക്ക് വയ്യേ. അങ്ങനെയാണെങ്കിൽ ആ വൈറസ് ഇവർക്കും വന്നിട്ടുണ്ട്. മോട്ടു പത്തലോ, നിങ്ങൾ കുറച്ച് ദൂരെ തന്നെ നിൽക്ക്. എന്റെ അടുത്ത് നിന്ന് എന്റെ എനർജി ഒക്കെ നിങ്ങൾ എടുത്താലോ. ഞാനിപ്പോ ബോക്സറിന് ട്രീറ്റ്മെന്റ് തരാൻ പോവുകയാണ്. എനിക്കിപ്പോ സുഖമായല്ലോ. എനിക്കിപ്പോ നല്ല ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. ചേട്ടാ ബോക്സർ, ഒരു പ്രാവശ്യം നിങ്ങൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. പെട്ടെന്ന് നോക്കിക്കോ. തീർച്ചയായിട്ടും. മോട്ടു പത്തലു, കുറച്ച് എന്റെ അടുത്തോട്ട് വന്നേ. ഇത് പിടിക്കും. എന്റെ ബോക്സർ ചേട്ടാ, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. എന്റെ അമ്മോ മോട്ടുപത്ലു, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ മണ്ടത്തരാണെന്ന്. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഷേക്ക് തരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ പറഞ്ഞോടെ ഇതൊക്കെ മണ്ടത്തരമാണത്. പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ കാണുന്നതാണ് മോട്ടു പത്തലു. ഇയാൾ എല്ലാവരുടെയും എനർജി എടുത്തിട്ട് അവരെ എല്ലാവരെയും ബലഹീനരാക്കി മാറ്റുകയാണ്. അത്തരം ഒരു അനുഭവം ഈ ബോക്സർക്ക് നേരിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ടിവിയിൽ കാണിച്ചിട്ട് എല്ലാ ജനങ്ങളെയും ഇവന്മാരെ പേടിപ്പിക്കുകയാണ്. ഡോണ്ട് വറി, ഒരു തവണ അല്ല 2 തവണ നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് ഷേക്ക് തരാം. ചിങ്കം സർ, താങ്ക് യു വെരി മച്ച്. എന്റെ അമ്മ, എനിക്കിപ്പോ എന്താ സംഭവിച്ചത്? എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ. ഞാനാകെ അവശരായി. ചിങ്കം സാർ, നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചത്? എന്റെ പവർ എല്ലാം പോയിരിക്കുന്നു. കോൺസ്റ്റബിൾസ് ഈ മോട്ടു പത്ലുവിനെ പിടിച്ചകത്താക്കി. അവന്മാര് ശരിക്കൊന്ന് പെരുമാറണം. ഡോക്ടറെ വേഗം വിളിക്കൂ. എനിക്ക് തീരെ വയ്യ. ചിങ്കം സാർ, ഞങ്ങൾ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മോട്ടു പത്ലു, നിങ്ങൾ എവിടെയും വന്നോ? ഞാൻ ഇൻസ്പെക്ടറിന്റെ അടുത്ത് നിങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ചിങ്കൻ സാറിനെ നിങ്ങളുടെ വൈറസ് വെച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്തോ? പോവൂ, ഇവിടുന്ന് പോവാൻ നോക്ക്. അടുത്ത് വരല്ലേ, പോവാൻ നോക്ക്. ചിങ്കം സാർ, ഇപ്പൊ നിങ്ങൾക്ക് ശരിയായോ? ശരിയായെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം ഡോക്ടർ. എങ്ങോട്ടായി ഓടി പോകുന്നത്? അവിടെ നിൽക്ക്. ഇരിക്കട്ടെ, ഇത് പിടിച്ചോ. ഓടിക്കോ. എല്ലാവരും
അവന്മാര്. ഇവരെ അതുകൊണ്ട് പിടിക്കണം. അവന്മാരെ തലയിടാൻ വിടരുത്. വിടരുത്. ഒട്ടും വിടരുത്. അവന്മാർ ഓടി രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അവന്മാരുടെ പുറകെ ഓടണം. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ ലോകത്ത് എവിടെയും ഒരാളുടെ ശക്തി മൊത്തം അബ്സോർവ് ചെയ്യുന്ന പോലെ വൈറസ് ഒന്നും ഇല്ലല്ലോ. ആ അതെ. ദാ ഇങ്ങോട്ട് നോക്കൂ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഡോക്ടർ ജോനാഥൻ. ഈ നഗരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം. ഇന്ന് നഗരത്തിൽ എനർജി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇദ്ദേഹത്താൽ എനർജി തിരിച്ചു കിട്ടുന്നു. അതേ മോട്ടോ ഇത് വലിയ പ്രശ്നമായല്ലോ. ഈ കാര്യം ന്യൂസിലെല്ലാം പറയാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇൻസ്പെക്ടർ സിംഗം. ഇദ്ദേഹവും മോട്ടു പത്ലുവിന്റെ ആക്രമണത്തിന് ഇരയായ ഡോക്ടർ ആളാണ്. ജഡ്ക, നിങ്ങൾ ആ ഡോക്ടറിന്റെ കയ്യിൽ ഒരു ഗ്ലൗസ് കണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ ആ ഗ്ലൗസില് ഒരു റെഡും ഗ്രീനും ബട്ടൺ കണ്ടോ? എന്നാൽ നോർമൽ ഗ്ലൗസില് ഇതുപോലെ ബട്ടൺസ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ഓ ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഡൗട്ട് ശരിയാണ്. ആ ഗ്ലൗസിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ആ ഗ്ലൗസിന്റെ പണിയായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നോ പുറകിൽ തന്നെ ഈ ഡോക്ടർ അവിടെ എത്താറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഞങ്ങൾ ചിങ്കം സാറിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോവാണെന്ന്? അതായത് ഞങ്ങൾ അദ്ദേഹത്തിന് എനർജി എടുക്കാൻ പോവാണെന്ന്? വലിയേട്ടാ വരൂ, പുറകെ പോയി നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കും. വരൂ. ഡോക്ടർ ജഡ്ക അങ്ങോട്ട് നോക്കൂ. ആ ആംബുലൻസിനെ നമുക്ക് ഫോളോ ചെയ്യാം. ഈ ഗ്ലൗസ് ഉപയോഗിച്ച് ഇത്ര ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചോ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. മോട്ടു പത്ലുവിനെ ഈ നഗരം വിട്ട് പുറത്താക്കാനുള്ള എല്ലാ പണികളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇതെന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. മോട്ടു, ഈ ഡോക്ടർ സാറിനെ കണ്ടോ? ഇത് നമ്മുടെ ജോൺ ദ ഡോൺ തന്നെയാണ്. വരൂ, അവനെ കൊണ്ട് തന്നെ ഡോക്ടർ എവിടെയെന്ന് പറയിപ്പിക്കാം. ആ. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, നിങ്ങളൊന്നും ടെൻഷൻ ആകല്ലേ. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ഗ്ലൗസ് തരാം. അത് ഉപയോഗിച്ച് ആ ജോണിന്റെ ഗ്ലൗസ് തൊട്ട് ആ ഗ്ലൗസിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ. ആ വിശ്വസിക്ക്. വലിയേട്ടാ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. എവിടെയാണ് ആ ഗ്ലൗസ് ഉള്ളത്? എവിടെ? ഐഡിയ. Hey, stop! I said stop! എന്റെ അമ്മോ ഡോക്ടർ, ഇവിടെ 2 പേഷ്യൻസ് ഉണ്ട്. ഒന്ന് വേഗം വരണേ. ഇവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. പേഷ്യൻസ് എവിടെയുണ്ട്? ചേട്ടാ സിംഗം സാർ, ഇവർ രണ്ടുപേർക്കും ഇത് എന്ത് പറ്റി? ഡോക്ടർ, നിങ്ങളല്ലേ പറഞ്ഞത് ഇവര് രണ്ടുപേരാണ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. ശരി ശരി ചിങ്ങം സാർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിക്ക്. ഡോക്ടർ സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഡോക്ടർ സാർ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കൂ. ഞാൻ ശ്രമിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല. എന്തായത് ഇങ്ങനെ ശരിയാവാത്തത്? എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാറ്റ് കാരണം ആ മെഷീൻ ശരിക്കും വർക്ക് ആവുന്നില്ലാന്ന്. നമുക്ക് ഈ വണ്ടിക്കകത്ത് പോയി ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? എന്താ ഡോക്ടർ? അയ്യോ, എന്താ ചെയ്യുന്നത്? വേണ്ട, എന്നെ വിട്ടേക്ക്. എനിക്ക് വേദനിക്കുന്നു. വേണ്ട വേണ്ട, എന്നെ ആരെങ്കിലും രക്ഷിക്ക്. ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. പ്ലീസ്, വേണ്ട വേണ്ട, എന്നെ രക്ഷിക്ക്. ഇവരെന്നെ തല്ലിക്കൊല്ലുന്ന തോന്നുന്നത്. ഞങ്ങൾ എങ്ങനെ അടിക്കും ചിങ്കം സാർ? ഞങ്ങൾക്ക് എനർജി പോലും ഇല്ലല്ലോ. എന്റെ അമ്മോ ഡോക്ടർ, ഇത് വളരെ തെറ്റാണ്. നിങ്ങൾ മോട്ടു പത്ലോട് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരെ വൈറസ് ബാധിച്ചതുകൊണ്ട് ഡോക്ടർ ഇവർക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. ഇത് വളരെ റോങ് അല്ലേ ഡോക്ടർ? വരൂ ഡോക്ടർ സാറ്. അകത്തേക്ക് പോയിക്കോളൂ. വേണ്ട ചിങ്കം സാർ, ഒരു പോലീസ് ഓഫീസറായിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാമോ? പറയൂ ചിങ്കം സാർ, നിങ്ങൾ ആരും എന്നെ രക്ഷിക്കില്ലേ? ഇവർ രണ്ടുപേരും എന്നെ അടിച്ച് പഞ്ചറാക്കാണല്ലോ. ഈ അന്യായം ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? എന്റെ അമ്മോ ഡോക്ടർ, ഇവർക്ക് നിങ്ങൾ എങ്ങനെ തല്ലാൻ കഴിയാ? ഇവരുടെ കയ്യില് തീരെ എനർജി ഇല്ലല്ലോ. കള്ളം പറയല്ലേ ഡോക്ടർ സാർ, ഞങ്ങളെ ചികിത്സിക്കാനൊന്നും ശ്രമിക്കുന്നേ ഇല്ല. അത് എന്തുകൊണ്ടാ? ഞങ്ങളോട് പറയാ 10 കോടി രൂപ തന്നാൽ മാത്രമേ ചികിത്സിക്കൂവെന്ന്. അതെന്തുകൊണ്ടാ? എന്റെ അമ്മോ ഡോക്ടർ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അല്ല 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 അല്ല, ശരിയല്ല. ഇവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഡോക്ടർ. എനിക്ക് വേണ്ട, നിർത്തൂ, എന്നെ തല്ലല്ലേ പ്ലീസ്.
പ്ലീസ് എന്നെ വിട്ടേക്ക്. ഈ ഡോക്ടറിന്റെ തോടി വേണമെങ്കിൽ എടുത്തോ, ഈ ഡോക്ടറിന്റെ മീശയും വേണമെങ്കിൽ എടുത്തോ. എന്നെ വിട്ടേക്ക്. ഇതൊക്കെ ഞാനാണ് ചെയ്ത്. ഞാനാണ് ജോൺ ദ ഡോൺ. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടൂ സാർ. പ്ലീസ് എന്നെ ഇങ്ങനെ ഇട്ട് തല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നു. അതെ, ഇതുവരെയായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ നിന്നെ തല്ലിയുള്ളൂ. ഇനിയും നിന്നെ തല്ലാൻ ഒരുപാട് പേര് ബാക്കി കിടക്കുമല്ലേ? വേണ്ട, എന്നെ വിട്ടേക്ക്. ഈ കള്ളനെ തല്ലല്ലേ പ്ലീസ്. വേണ്ട, ഞാൻ എസ്കേപ്പ് ആയി കളയട്ടെ. ബൈ ബൈ, ടാറ്റാ. Watch India's largest kids library only on Geo Hotstar. Download the app now.